കൊറോണ സ്പെഷ്യൽ. അമ്മയുടെ അനിയത്തിയുടെ മകളുടെ കല്യാണം. കൊറോണയുടെ അഴിഞ്ഞാട്ട് സമയമായതുകൊണ്ട് അധികം ആളുകൾക്ക് കൂടാൻ പറ്റില്ലെന്നുള്ള സാഹചര്യം. തുണിയെടുക്കാൻ പോകണം. പല കടകളും തുറക്കുന്നില്ല. അങ്ങനെ പാടുപെട്ട് കായംകുളത്തെ ഒരു വെഡ്ഡിംഗ് സെൻറ്റർ കണ്ടുപിടിച്ചു. 5-5:30 മണിക്കത് അടയ്ക്കുകയും ചെയ്യും. ഞങ്ങൾ 6 പേർ അടങ്ങുന്ന സംഘം പോകാനുറച്ചു. പെൺകുട്ടിയും ടീമും കടയിലെത്തി. ഞാനും കെട്ടിയവനും നാത്തൂനും ഇവിടുന്ന് പോകാനിറങ്ങി. അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്താം. ഡ്രസ്സ് എടുക്കാൻ 1 മണിക്കൂർ. അങ്ങനെ വളരെ വലിയ പ്ലാനിംഗ് ഒക്കെ ചെയ്ത ശേഷം നമ്മൾ യാത്ര തിരിച്ചു. ഞങ്ങൾ ഇറങ്ങുവാണ്, നിങ്ങൾ കടയുടെ ഫ്രണ്ടിൽ നിന്നാൽ മതി കേട്ടോ. കെട്ടിയവൻ അവരെ വിളിച്ചറിയിച്ച ശേഷം യാത്ര തുടർന്നു. അധികം ദൂരം എത്തിയില്ല. ഉള്ളിൽ ഒരാളിരുന്ന് യുദ്ധം ചെയ്യാനുള്ള അടവുകൾ പറഞ്ഞു തന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി. വണ്ടി നിർത്തൂ എന്ന് പറഞ്ഞതും വണ്ടി നിർത്തിയതും നമ്മൾ ചാടി വെളിയിലേക്ക് വാൾ വെച്ച് റിലാക്സ് ചെയ്യുമ്പോൾ സമയം പോകുന്ന ആ കേറെന്ന് കെട്ടിയോൻ കേറ്. യാത്ര തുടർന്നു. വീണ്ടും വാൾ വയ്ക്കണം. വെച്ചു. ശേഷം കെട്ടിയോൻ ഫോണിൽ, നിങ്ങൾ അകത്തോട്ട് കയറിക്കോ, ഞങ്ങളിപ്പോൾ എത്തും. സമയം കൊല്ലുന്നതിൻ്റെ കലിപ്പ് മുഴുവൻ കെട്ടിയോൻ്റെ മുഖത്ത് കാണാമായിരുന്നു. അതിൽ ഒതുങ്ങാത്തത് ശബ്ദ ശകലങ്ങളായി പുറത്തേക്കും വന്നു. നമ്മൾ കേട്ട ഭാവം കാട്ടിയില്ല. ഇനിയൊരു വാൾ വയ്ക്കാനുള്ള ധൈര്യമില്ലായിരുന്നെങ്കിൽ കൂടി എനിക്ക് അവസാനം ഒരു വാൾ കൂടി വെക്കേണ്ടി വന്നു. അവസാനത്തെ വാൾ. ആ വാളിന് ശേഷം കെട്ടിയവൻ ഫോണിൽ പറഞ്ഞു കേട്ടു, നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ തുടങ്ങിക്കോ. ശേഷം വണ്ടിയിൽ കടുത്ത നിശബ്ദത. എന്തേലും മിണ്ടിയാൽ സംഗതി പിശകാകും. അതറിയാവുന്നതുകൊണ്ട് മൗനം വിദ്വാൻ ഭൂഷണം എന്നുള്ള മഹത്തായ വാക്യം മനസ്സിൽ ഉരുവിട്ട് മിണ്ടാതിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഡ്രസ്സ് എടുപ്പ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. എല്ലാവർക്കും നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ഏകദേശ ധാരണ ഉള്ളതുകൊണ്ട് വലിയ പൊട്ടലും ചീറ്റലും ഉണ്ടാകാതെ അങ്ങ് രക്ഷപ്പെട്ടു. വാളും പരിചയം വില്ലനായി യാത്രയുടെ സുഖം കളഞ്ഞ എത്രയോ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. എല്ലാവരെയും പോലെ തലനിവർത്തി കണ്ണു തുറന്ന് യാത്ര ചെയ്യാൻ കൊതിച്ചൊരു പെണ്ണിനെ ഛർദി ചതിക്കുന്ന കഥകളാണിപ്പോൾ ഞങ്ങൾ കണ്ടത്. എന്നെപ്പോലെ എത്രയോ പേരുണ്ടാകും. ഗുളികയെപ്പോലും തോൽപ്പിച്ച് എല്ലാ സ്റ്റോപ്പിലും നിർത്തി യാത്രയുടെ രസം കൊല്ലികളായിട്ടുള്ളവർ. ഞങ്ങൾക്കും പ്രത്യേക യാത്രാ സംവിധാനം, വാഹനങ്ങൾ ഒരുക്കണേ എന്നാണ് എൻ്റെ ഇത്. കൊറോണ സ്പെഷ്യൽ. ഇത് എഴുതിയത് ശ്രീമതി എസ് രാധിക കൃഷ്ണൻ. എൻ്റെ ബ്ലിങ്കസ്യ കഥകൾ എന്ന സമാഹാരത്തിൽ നിന്നുമാണ്.